ഫോണിന്റെ വൈബ്രേഷൻ സൗണ്ട്, നമ്മുടെ കയ്യിലൊക്കെ ഫോൺ ഇരിക്കാൻ നേരം സൈലന്റ് മൂഡിലിരിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സൗണ്ട് കിട്ടും. അതാണ് ഓക്കെ. എന്നാലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കലാകാരന്മാർ കൈ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റേജിൽ നിൽക്കുന്ന കലാകാരന്മാർക്ക് എനർജിയാണ്. നമ്മൾ മുൻപോട്ട് നമ്മൾ മീഡിയം ചെയ്യുന്ന ഒരു സാധനം നമ്മൾ കൈയ്യടി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈ ലെവലിൽ കിട്ടും. എന്നാലും എല്ലാവരും കൂടെ നല്ല അമ്പാടിക്ക് നല്ലൊരു കൈയ്യടി കൊടുത്തേ. അന്നേരം അമ്പാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത എന്റെ ഊഴമാണ്. ഞാൻ നമ്മുടെ ബൈജു സന്തോഷ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കലാകാരനാണ്. ഈ ഇഷ്ടംപോലെ സിനിമയുണ്ട്. നമ്മൾ ഈ ഒരൊറ്റ ഡയലോഗിനെ തന്നെ പുള്ളിക്കാരൻ നമുക്കറിയാം, ഒരു മര്യാദയൊക്കെ വേണ്ടത് സിനിമയ്ക്ക്. ആ ഒരു ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം. എന്നിട്ട് ബൈജുവിന്റെ നമ്മുടെ ഇന്റർവ്യൂവിലൊക്കെ കേൾക്കുന്ന ഒരു സംഭാഷണം രീതി എന്നിട്ട് ഞാനതൊന്ന് എടുക്കാൻ ശ്രമിക്കുകയാണ്. ആർക്കും ആരും ഉണ്ടായില്ല, തന്റെ കാര്യം താൻ നോക്കിക്കോളൂ. നിന്റെ നല്ല കാലത്ത് നിന്റെ ഇവിടെ എല്ലാവരും ഉണ്ടായി, നിന്റെ മോശകാലത്ത് നിന്റെ ഇവിടെ ആരും ഉണ്ടായില്ല. അതുകൊണ്ട് നീ അങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ ഈ ചിരിച്ചു കാണിക്കുന്നവർക്ക് സുഹൃത്തുക്കളാണ് അല്ല. ഓക്കെ. അടുത്ത എടുക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സാമുദായിക നേതാവാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. അന്നേരം അദ്ദേഹത്തിന്റെ ഒരു സൗണ്ട്, അദ്ദേഹം വേദിയിലൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് സംസാരിക്കുന്നത്, നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു സൗണ്ടാണ്. ഞാനൊരു കാര്യമാണ്, എനിക്ക് അവിടെയില്ല ഇവിടെയില്ല ഒരു പിടിയില്ലാത്ത ഒരാളാണ്. ഞാൻ ഒരു പാവമില്ല, എന്നെ എന്തിനാണ് ഇങ്ങനെ കേജവധം ചെയ്യുന്നത്? പിന്നെ എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് കഴിക്കുന്നതിൽ എന്താണ് താല്പര്യം? എനിക്കിഷ്ടമുള്ളത് നല്ല മഞ്ഞ കളറുള്ള ലഡു ഉണ്ടല്ലോ, മഞ്ഞ കളറുള്ള അതും പിന്നെ ഈ മുട്ടയുടെ അകത്തുള്ള ഒരു മഞ്ഞക്കുരു, ഇതൊക്കെയാണ് എനിക്ക്. മഞ്ഞ ചേർത്ത് എന്ത് സാധനം എനിക്ക് കഴിക്കാൻ ഇഷ്ടമാണ്. അമ്പാടിയെടുക്കുന്നതാണ് അതിന്റെ സൗണ്ട്. അമ്പാടിയിലേക്ക് നോക്കിക്കോ. ഇപ്പോഴത്തെ എന്റെ മാസ്റ്റർ പീസ് പുള്ളിയെന്ന് വിളിച്ചപ്പോഴും അന്ന് സിനിമയിൽ തെറി വിളിച്ചപ്പോഴും ഒരു കാര്യം നമുക്ക് വിവേചനബുദ്ധി നന്നായിട്ട് വേണം. അതാരെ വിളിച്ചു, ഏത് കോണ്ടക്സ്റ്റിൽ വിളിച്ചു, വളരെ ശ്രദ്ധിക്കണം അല്ലേ. അത് നമുക്ക് ഒരു നല്ല അച്ഛന്റെ മുഖത്ത് നോക്കി വിളിക്കാൻ പറ്റുമോ? അതേസമയം കുടിയനായ ഒരച്ഛൻ സ്വന്തം അമ്മയുടെയും പെങ്ങളുടെയും നടുപിടിച്ചൊടിക്കുന്ന കണ്ടാൽ അതിനപ്പുറത്തെ തെറിയുണ്ടെങ്കിൽ വിളിക്കണം, കുനിച്ചു നിർത്തി ഇടിയും കൊടുക്കണം. അത് സമൂഹം പഠിക്കണം. വേണ്ട, അത് ഞാൻ ചെയ്യാറുണ്ട്. അടുത്തത് അമ്പാടിയുടെ വിവരമാണ്. അതുപോലെ തന്നെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ാണ് ലാസ്റ്റില് എന്റെ ഒഴിവാണ്. അന്നേരം ഞാൻ അനുകരിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ അന്തരിച്ചു പോയ ശ്രീ ഉമ്മൻചാണ്ടി സാർ. അദ്ദേഹം ഒരു 40